ഹലോ. ഇന്ന് പനിയൊക്കെ കഴിഞ്ഞിട്ട് നല്ലതായിട്ട് എണീറ്റൊരു ദിവസമാണ് കേട്ടോ. 2 ദിവസം കൊണ്ട് എനിക്ക് പനിയായിരുന്നു. പിന്നെ വീഡിയോസൊന്നും ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ. കുറച്ച് തിരക്കും കാര്യങ്ങളും പിന്നെ ഇങ്ങനെ സുഖമില്ലായ്മകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. മോന് ചോറൊക്കെ റെഡിയാക്കണം. ചോറ് ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പനി മാറിയെങ്കിലും ആ ഒരു ബോഡി പെയിനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് ഒട്ടും ഓക്കെ അല്ല. എങ്കിലും എല്ലാം ഉണ്ടാക്കണ്ടേ. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇപ്പോൾ തൊണ്ടയ്ക്ക് ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷൻ ആയി കേട്ടോ. ഭയങ്കരമായിട്ട് ഇൻഫെക്ഷനായി. അപ്പോൾ അതുകൊണ്ട് രാവിലെ കുറച്ച് ഉപ്പുവെള്ളവും കൊണ്ട് പിന്നെ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല ചൂടോടുകൂടി കുടിക്കുക. അപ്പോൾ തൊണ്ടയ്ക്ക് ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതി. അപ്പം അത് കുടിക്കാം. ഇപ്പം മധുരം ഇതിന് കട്ടൻ ചായക്കായാലും എന്തിനായാലും മധുരം കഴിക്കാൻ തോന്നും. ഇപ്പോൾ ചൂടോടുകൂടി അതും കുടിക്കാൻ പോവാണ് കേട്ടോ. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എല്ലായിടും പനി സീസണാണെന്ന് തോന്നുന്നു. എല്ലായിടവും ചൂട് കുറഞ്ഞു. എപ്പോൾ ഇട്ട് വെച്ചാൽ ഇത് തന്നെ. എത്ര വേണം ചൂടാക്കണം. ചൂട് പോയി. നോൺ വോയിസ് തന്നെ എടുക്കാമെന്ന് കരുതി. അതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് കാണാനൊന്നും ഇല്ല എൻ്റെ വീഡിയോ. എങ്കിലും ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇടുന്നത്. ഓഡിയൻസൊക്കെ കുറവാണ് എനിക്ക്. അപ്പോൾ ഞാനിത് കുടിക്കട്ടെ കേട്ടോ. കുടിച്ചിട്ട് എടുക്കാം. ക്യാബേജ് ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇടാമെന്ന് കരുതി ഇതിനോടൊപ്പം. ഇതിൻ്റെ ഇടയിൽ ക്യാരറ്റും ഉണ്ട്. സവാളയൊന്നും ഞാൻ ചേർക്കില്ല കേട്ടോ. എന്തായാലും പെട്ടെന്ന് തന്നെ ഇതങ്ങ് വെക്കട്ടെ. മാവൊന്നും വയ്യാത്തതുകൊണ്ട് മാവൊന്നും അരച്ച് വെച്ചിട്ടില്ലായിരുന്നു. കുട്ടി ദോശ ഉണ്ടാക്കാം. ചമ്മന്തി വറുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. വറുത്തതിനോടാണ് മോന് നന്നായിട്ട് ഇഷ്ടം. അതുകൊണ്ട് അത് റെഡിയാക്കി. പിന്നെ നമ്മുടെ ക്യാബേജ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ടയും കൂടെ റെഡിയാക്കണം. മുട്ടയും കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ലഞ്ചിൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എയർ ഫ്രൈയിൽ വെച്ചില്ല കേട്ടോ. അല്ലാതെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി. ഇതിനാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ഇതിനാണ് മറ്റേതിൽ നമ്മൾ ആ എണ്ണയൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് കുറച്ച് അധികം എണ്ണയൊക്കെ തൂകിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ പരിപാടി റെഡി ആയിട്ട് ഇനി ഒരു ചട്നിയും കൂടെ റെഡിയാക്കണം. ടാബ്ലറ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം അതുകൂടെ ചെയ്യാൻ പോവാം. അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ട്. ആഹാരത്തിന് മുമ്പിട്ട് ഗുളികയുണ്ട്. അപ്പോൾ അത് കഴിക്കട്ടെ. കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ എങ്ങനെ കഴിക്കും എനിക്കറിയാം. പനി പിടിച്ചാൽ ഇതാ പ്രശ്നം. ഗ്യാസ്ട്രോ. ചെറിയ ചൂടുള്ള വെള്ളമുണ്ട്. ചൂടുവെള്ളത്തിൽ ഗുളിക ചൂടെന്നാണ് പറയുന്നത്. പക്ഷേ കഴിച്ച് എനിക്ക് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ആകെ ക്ഷീണിച്ച്
എവിടെയെങ്കിലും എനിക്ക് കിടന്നാൽ മതി. ആ ചട്നി കൂടെ റെഡിയാക്കിയിട്ട് എവിടെയെങ്കിലും കിടക്കുക. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എനിക്ക് വട്ടുണ്ടോ എന്ന് ചോദിക്കരുതേ, കുറച്ച് പേരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ. എന്തായാലും ഒറ്റയ്ക്കേ ഉള്ളൂ, വീഡിയോ ഒക്കെ എടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നൂടെ. എല്ലാം എടുത്ത് വെക്കും കേട്ടോ. പനിയും ബോഡി പെയിനും ത്രോട്ട് കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്, പക്ഷെ എങ്കിലും ഞാൻ ഒട്ടും ആക്റ്റീവ് ഒന്നുമല്ല, വയ്യ. അതിൻ്റെ കൂട്ടത്തിൽ ഓവർ ടെൻഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഓവർ ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ഫുള്ള് പോകും കേട്ടോ, സ്കാൽപ്പ് ഫുള്ള് കാണാം. നെറ്റിയാണെങ്കിൽ കണ്ടോ ഇത്രയും കയറി നെറ്റി. പിന്നെ നരയാണെങ്കിൽ പറയണ്ട, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ. ഹെയർ കട്ട് ചെയ്യണമെന്ന് കരുതിയിട്ട് സ്ട്രെയിറ്റ് കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതും ഒട്ടും ഓക്കെ അല്ലാതെ വരിക. അതുകൊണ്ട് ഇപ്പം മൊത്തം ഞാൻ തന്നെ ഒരു കത്രികയൊക്കെ എടുത്ത് ഇത്രയും വെച്ചങ്ങ് വെട്ടി മൊത്തം കളഞ്ഞാലോ എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. അത്രയ്ക്ക് ഈ മുടിയുടെ കാര്യം ഓർത്ത് എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് അതിലും വയ്യ. എല്ലാം കൊണ്ടും പിരിയൊക്കെ ത്രെഡ് ചെയ്യാറായി. പിന്നെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ, നമുക്ക് നോക്കട്ടെ. മെഡിസിനൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. മെഡിസിനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണേ ഉള്ളായിരുന്നു കേട്ടോ. പഴമുണ്ട്, പിന്നെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ലൈറ്റായിട്ടേ കഴിക്കുന്നുള്ളൂ, അത് മതിയെന്ന് എഴുതി. ജാം ഇരിപ്പുണ്ട് കേട്ടോ, പക്ഷെ വേണ്ട. അപ്പോൾ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കപ്പപ്പഴം ആയ ഇൻട്രസ്റ്റ് ഇല്ല, പൊടിഞ്ഞു പോയി. ഇനി കുറച്ച് നേരം കിടക്കാൻ പോവാം. കുറച്ച് നേരം കിടക്കും എന്നുവെച്ചാൽ എനിക്ക് പറ്റുന്നില്ല, ഫുഡ് കഴിക്കാനും പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണം. ശരി, പിന്നെ ബാക്കി ഞാൻ ചട്നി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ ചട്നി ഉണ്ടാക്കി വീഡിയോയും എടുക്കാനുള്ളൊരു ഇതില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത്. ഇനി കുറച്ച് നേരം എവിടെയെങ്കിലും പോയി കിടക്കാൻ പോവാം. ടാബ്ലറ്റും കാര്യങ്ങളൊന്നും ഉച്ചയ്ക്കില്ല, അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ കിടന്നൊന്ന് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങാനും കരുതി ഇരിക്കാം കേട്ടോ. കിടക്കാൻ പോവാം. കുറച്ച് നേരം ഒന്ന് ടി വി കാണാം. കിടന്നുകൊണ്ട് ടി വി ഒക്കെ കണ്ടിട്ട് അങ്ങനെ. വൈകിട്ടും പ്രത്യേകിച്ച് ഞാനൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് വയ്യ. ഇവിടെ ചോറൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ കഴിക്കുള്ളൂ. പിന്നെ കുറച്ച് നൂഡിൽസ് ഇരിപ്പുണ്ട്, ഒന്നെങ്കിൽ അത് റെഡിയാക്കും, അല്ലെങ്കിൽ ചോറ് തന്നെ കഴിക്കും. ചോറ് വെക്കണം, കുറച്ച് ചോറേ വെച്ചിട്ടുള്ളായിരുന്നു. വൈകിട്ട് കുറച്ച് വെച്ചാൽ മതിയല്ലോ, കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് കഴിപ്പില്ല. രാവിലത്തെ ഫുഡ് കഴിച്ചത് തന്നെ 12 മണിയായി കേട്ടോ. രാവിലത്തെ ടാബ്ലറ്റ്സ് ഞാൻ കഴിച്ചത് ആ ഒരു സമയത്താണ്. ഇനിയിപ്പോൾ അതുകൊണ്ട് കിടന്നുറങ്ങുമെങ്കിൽ ഞാൻ ഉറങ്ങും. ഓക്കെ, വരട്ടെ. കുറച്ച് നേരം ഒന്ന് ടി വി ഒക്കെ കണ്ട് കിടന്നിട്ട് ഉറങ്ങും. പകൽ ടി വി കാണാൻ പറ്റൂല കേട്ടോ, ഭയങ്കര ഉറക്കമാണ്, എന്താണെന്നറിയില്ല. അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ളൂ. അപ്പോൾ എൻ്റെ വയ്യാത്തൊരു ദിവസം ഇങ്ങനെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.